ചേട്ടൊന്ന് പിടിച്ചതാ. ഇപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടറിയുന്നത്. നിന്റെ കിടക്കിടക്കുള്ള നടപ്പിന് കൂട്ടു നടക്കാൻ കിട്ടില്ല. എനിക്ക് 150 പള്ളികളാണ്. നിന്റെ തവണോട് ലോകം കവർന്നാ കേൾക്കുകയില്ല. പിന്നെ നമ്മുടെ കൊച്ചിനെ ഓർത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനേ വീട്ടിൽ പോയി റേഷൻ കാർഡ് എടുത്തിട്ട് എന്നാലും നമുക്ക് ആനുകൂല്യം കിട്ടുള്ളൂ. എന്തോ നീങ്ങനെ കൊല്ലാൻ നിൽക്കലല്ല. നിന്റെ ഒറ്റപ്പഞ്ചിന് കാരണം 10 വയസ്സില്ലാത്ത സമയത്ത് നമ്മളോട് ഇരിക്കുന്നത്. വീട്ടിൽ നിന്ന് പോയി വരുമ്പോഴേ അതിനൊക്കറിയാം. അപ്പൊ ഇന്ന് ഞാൻ മീൻ വെട്ടണമെന്ന് അർത്ഥം. അപ്പൊ ഞാൻ പോയിട്ടേ കുടിച്ചിട്ടോളണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ കുടിച്ചോളണം. സൺസ്ക്രീൻ കൂടി എത്തല്ലേ തേക്കണോ? ആശുപത്രിയിലെത്തിട്ടോ? മൊത്തമുണ്ടല്ലോ. ആശുപത്രിയൊക്കെ വേണ്ടേ? ആയി കാര്യങ്ങളൊക്കെ വേണമല്ലോ. അല്ല നിങ്ങൾ നമ്മൾ സ്ത്രീകളില്ലേ? ഇവിടെ കണ്ണിനെ ഗുരു വരും. ഇത് റിയൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഓഹോ, പുരുഷന്മാരെ പുച്ഛമാണ് പുച്ഛം. പുരുഷന്മാർക്കെങ്കിൽ പ്രസവാറില്ല, അറിയാമോ? പുരുഷന്മാർക്ക് പുച്ഛം. നിങ്ങളൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ ബെഡില്ല. നീയങ്ങനെ പറഞ്ഞ ഗവൺമെന്റ് പോയ മുട്ട കിട്ടും, പാൽ കിട്ടും, ബ്രെഡ് കിട്ടും. ഇപ്പൊ അവരൊന്നും ബ്രെഡില്ല. കിടക്കുന്ന ബ്രെഡ് അല്ല പാലശ്ശേരി പക്ഷേ ഇവിടെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോലും ഞങ്ങൾ മാറി കിടക്കാറില്ല. ഇതുവരെ എന്നാ ഒരു കാര്യം ചെയ്യും, ഒന്നിച്ചേർക്കണം. അയ്യോ, നിങ്ങൾ ഒന്നിച്ചേർക്കുന്ന കാര്യമല്ല. വേറെ പേഷ്യന്റിന്റെ കൂടെ ഈ പേഷ്യന്റ് ബെഡ് ഷെയർ ചെയ്യണം. അത് എനിക്ക് സർക്കാർ ആശുപത്രി ഇവിടെ ഇത്ര ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു. എന്നാ പിന്നെ ആ പേഷ്യന്റിന്റെ കൂടെ പോയിട്ടോ. എനിക്കൊന്നും അങ്ങോട്ടും പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞാൻ ഇതിന്റെ കൂടെ കിടത്താവോ? നേരെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. ഞാൻ ഇപ്പോഴും
പോകാമെന്ന് പറഞ്ഞ് ഞാനൊന്ന് വന്നു നിന്റെ വീട്ടുകാരെ തെങ്ങ കെട്ടിട്ട് തല്ലിയില്ലേ അന്നേരം മൂക്കിട്ടടിച്ചത് എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ചേച്ചി നമുക്ക് പറ്റിയ ആൾക്കാരല്ല ചേച്ചി എന്റെ പേര് അപ്പൊ ചേച്ചിയായി കൊല്ലം ദോശ കൊല്ലം ദോശ സിനിമാ ഇത് കൊല്ലത്തെ കേരളത്തിൽ വെച്ചാൽ ഞാൻ പോകുന്ന അമ്മമാരുടെ തൊട്ട് പോലുള്ള ടോമിനും ഇല്ല പച്ചവെള്ളം ഇല്ല പെണ്ണാണ് ചൂടുണ്ടല്ലേ ഞാൻ കഞ്ഞി വാങ്ങിയില്ല ഈ സമയത്ത് കഞ്ഞി വാങ്ങിക്കാൻ പോകുന്നത് പെട്ടെന്ന് വരണേ പെട്ടെന്ന് കഞ്ഞി വാങ്ങിച്ചപ്പോ കഞ്ഞി വാങ്ങിയോട് മറ്റൊന്നും ഡെലിവറിയാ ചേച്ചിക്ക് എനിക്ക് 2 ദിവസം കഴിയും അതെ അല്ല പൈസ ഇരിക്കുന്നത് ആ ഞാൻ ആരും മനസ്സിലാ കേട്ടാ ഓക്കെ വെച്ചോട്ടെ ഓക്കെ ആ കുട്ടി എടി നമുക്ക് എന്താ പേര് ചന്ദ്രിക ചന്ദ്രേട്ട എവിടെയാ ചേട്ടൻ 5 മണിക്ക് ഓ എനിക്കൊരു കമ്പനി ഇല്ലാതെ ചേട്ടന് പറയുന്നായിരുന്നു കമ്പനി ഒന്നും ഇല്ല അതെ കമ്പനി ഒന്നും വേണ്ട ചേട്ടൻ വീട്ടിൽ പോയിക്കേ അമ്മയുടെ തന്നെയാ അതെ ചേട്ടൻ പോയിക്കേ എന്റെ തുണിയെല്ലാം പുറത്തെടുക്കാൻ മഴ പെയ്യും ദേഷ്യം കാണിക്കാന്ന് പറയാമോ വീട്ടിൽ നിന്ന് വരുന്നിട്ട് അയൽക്കാർ കൊണ്ടുവരുമ്പോ കുണ്ടതില്ല ദേഷ്യം ചേട്ടൻ ചേട്ടൻ ഈ സമയം ഒന്ന് പോകണം ഇത്ര പോകരുത് പോകരുത് കൊണ്ടവളാ എന്നിട്ട് ഇന്നത്തെ ദിവസം എന്റെ ചേട്ടന് വേറെ കമ്പനി ഒന്നുമില്ല കളിക്കോ വൈകിട്ടേക്ക് വിളിക്കാനോ ചേട്ടൻ വെള്ളം ഒഴിക്കാതെ ഞാനൊന്നും പോകൂല എന്താ പണിക്ക് വരാൻ എടാ പൈസ അടുപ്പിച്ചായി ഇല്ല ഓക്കെ സിസ്റ്റർ കൊടുത്തില്ല ഈ ചെക്കനാണ് പെട്ടെന്ന് എനിക്ക് 3 മിനിറ്റ് നമ്മൾ നേരെ നോക്കിയോളൂ അപ്പൊ തന്നെ ആ സൂക്ഷിക്കണം അതിന് വേണ്ടിയല്ലോ ചെക്കൻ എപ്പോഴാ വന്നേ അറിയാം
ഇവിടെ വെച്ച് തല്ലല്ലോ. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. എന്താ ബാത്റൂമിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിന്ന് വാങ്ങിക്കണം. ഇതെന്റെ ഭർത്താവ് കൃഷിയുണ്ട്. ഹലോ ക്രിസ്റ്റൻ. ഹലോ ക്രിസ്റ്റൻ. അറിയാൻ കേട്ടാ ഹലോ ക്രിസ്റ്റൻ. ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് വേണ്ട. ചായ കുടിക്കാം. ഞാനിപ്പോ ചായ കുടിക്കില്ല. ഞാൻ സത്യസന്ധം നല്ലതെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ശരിക്കും നിന്റെ ഉള്ളിലൊന്നും നിങ്ങൾ തുറന്ന് പറഞ്ഞു. ഞാൻ തന്നെ ചുമ്മാ തെറ്റിദ്ധരിച്ചില്ല. പറയാൻ സമ്മതിക്കോ? നീ കാട്ടുകൊണ്ടോ നിൽക്കുമല്ല പറയുന്നത്. ഞാൻ അങ്ങനെ പറയാം. നിങ്ങളെല്ലാം കാര്യം സെറ്റിലായല്ലോ അല്ലേ? സുഖമായി രണ്ടു പറഞ്ഞു. പ്രശ്നമുള്ളതാണ്. ഞാൻ 100 വട്ടം എന്നോട് പറഞ്ഞു. നീ എന്തെങ്കിലും പറ. അല്ല എന്തെങ്കിലും തല്ല്. നീ ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് പ്രശ്നം. ഞാൻ എന്തിനെന്തെങ്കിലും പറയുന്നല്ലോ ചെയ്ത അതൊക്കെ എത്ര ശരിക്കും ആ കുട്ടീനെ ആ കുട്ടിയുടെ ഭർത്താവിന് സംശയമാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്റെ ചേട്ടനോട് സംശയം